എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ PSCയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഒരു വേക്കൻസി അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യുന്നത് മുതൽ ഒരു ഏത് കാൻഡിഡേറ്റിനാണോ അഡ്വൈസ് വരേണ്ടത് അവരുടെ കയ്യിലേക്ക് അഡ്വൈസ് കിട്ടേണ്ട ആ ഒരു പ്രൊസീജിയർ മൊത്തം എത്ര സമയം എടുക്കും എന്നുള്ളതാണ് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഞാനിവിടെ എക്സാമ്പിളായിട്ട് എടുത്തിട്ടുള്ളത് കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റിൻ്റെ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചില പോസ്റ്റുകൾക്ക് വ്യത്യാസം വരാം, അത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനനുസരിച്ചിട്ട് മാറാം. അപ്പോൾ ഒരു വേക്കൻസി അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 3 മാസം 4 മാസം വരെ ചിലത് ലേറ്റ് ആവാറുണ്ട്, ചിലത് പെട്ടെന്ന് വരും. അപ്പോൾ അത് ആ വേക്കൻസി റിപ്പോർട്ടായിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് സൈറ്റ് വഴി അറിയാൻ വേണ്ടിയിട്ട് പറ്റും. അതെങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതിൽ സ്റ്റാറ്റസ് ഓഫ് പോസ്റ്റ് എന്ന് പറയുന്ന ആ സെക്ഷനിൽ നമ്മൾ കാറ്റഗറി നമ്പർ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. ഇതിൽ ഫസ്റ്റത്തെ ആ ഒരു പാർട്ട് മാത്രം എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള പാർട്ട് ഇവിടെ വരും. അതിനുശേഷം സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഡേറ്റ്, വേക്കൻസി ടൈപ്പ്, ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഏത് ടൈപ്പ് വേക്കൻസി ആണ് എന്നുള്ളതൊക്കെ നമുക്കിവിടെ ഈ ഒരു ഭാഗത്തു നിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയും. ഓക്കെ, ഇനി അടുത്തായിട്ട് ഈ ഒരു അഡ്വൈസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു ഡേറ്റ് വെച്ചിട്ട് നമുക്കിവിടെ നോക്കാൻ പറ്റും. അതായത് 20-ാം തീയതി വന്നിട്ടുള്ള അപ്ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ കാണാൻ പറ്റും. അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പോസ്റ്റ് ഒരു പ്രത്യേക പോസ്റ്റാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതും ഇവിടെ സെർച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഞാൻ ഹെഡ് ഓഫീസ് ജനറൽ റിക്രൂട്ട്മെൻറ്റ് സെലക്ട് ചെയ്തു. ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് ആയതുകൊണ്ട് L സെലക്ട് ചെയ്തു. ഗോ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു ലിസ്റ്റ് വരും. അപ്പോൾ നമുക്ക് ഇതിൽ സെർച്ച് ചെയ്തിട്ട് നമുക്ക് നോക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിൽ കുറച്ചധികം L വെച്ചിട്ടുള്ള പോസ്റ്റുകൾ ഉള്ളത് കൊണ്ട് കുറച്ച് സെർച്ച് ചെയ്ത് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, എങ്കിലും നമുക്ക് കാണാൻ പറ്റും. മറ്റേതാകുമ്പോൾ കുറച്ചുകൂടി പാടാണ്. എന്താണെന്ന് വെച്ചാൽ ആ ഡേറ്റ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടില്ല. പെട്ടെന്ന് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതവിടെ ഉണ്ട്. അപ്പോൾ ഇതിൽ ജസ്റ്റ് ഡേറ്റ് നോക്കാം. 9/1/2025 സൈറ്റിലേക്ക് അപ്ഡേറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ലാസ്റ്റ് അഡ്വൈസ് പോയിട്ടുള്ളത് 19/12/2024 അപ്പോൾ ഇവിടെ 19-ാം തീയതി അഡ്വൈസ് ഡേറ്റ് വന്നെങ്കിലും സൈറ്റിലേക്ക് വന്നിട്ടുള്ളത് ഏത് ഡേറ്റാണ്? 9/1/2025 അപ്പോൾ 19/12 അതായത് ഏകദേശം 11 പിന്നെ 9 20 ദിവസമാണ്, ഏകദേശം 20-21 ദിവസമാണ് സൈറ്റിലേക്ക് വരാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് നമുക്കിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ആപ്പ് ചാർട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇതിൽ ഡൗൺലോഡ് ആവുന്നില്ല, അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് എടുക്കുകയാണ്. ആപ്പ് ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ അഡ്വൈസിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അറിയാൻ വേണ്ടിയിട്ട് പറ്റും. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്തിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ ആപ്പ് ചാർട്ടിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണുള്ളതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതിൽ വേക്കൻസി റിപ്പോർട്ടായിട്ടുള്ള ഡേറ്റ് 5/12/2024 19/12/2024 ഈ ഒരു അപ്പോയിൻമെൻറ്റ് ചാർട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ 14 ദിവസമാണ് ഗ്യാപ്പ് വരുന്നത്. അതായത് ഈ വേക്കൻസി റിപ്പോർട്ട് ചെയ്ത് 14 ദിവസത്തിനാണ് ശരിക്കും അഡ്വൈസ് വരുന്നത്. പക്ഷേ ഇത് സൈറ്റിൽ അപ്ലോഡ് ആവാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. അതായത് ഈ വേക്കൻസി റിപ്പോർട്ടായി ഒരു 5-6 ദിവസം ചിലത് എടുക്കുന്നുണ്ട് സൈറ്റിലേക്ക് ആ ഒരു അപ്ഡേഷൻ വരാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു
അപ്പോയിൻമെൻറ്റ് ചാർട്ട് സൈറ്റിലേക്ക് വരാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ 19/12/2024 വന്നതാണ്. അത് പക്ഷേ 9/1/2025 സൈറ്റിലേക്ക് അപ്ഡേറ്റ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത്രയും സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു വേക്കൻസി വന്നു കഴിഞ്ഞാൽ അത് റിപ്പോർട്ടാവാൻ ചിലത് 3 മാസമൊക്കെ എടുക്കാറുണ്ട്, ലേറ്റ് ആവാറുണ്ട്. അപ്പോൾ 3 മാസം ആവും. പിന്നെ അതിന് ശേഷം അത് സൈറ്റിലേക്ക് ആ വേക്കൻസി റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ് അത് സൈറ്റിലേക്ക് വരാൻ 5-6 ദിവസം എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഒരു 14 ദിവസമാണ് വരുന്നത്. 14 ദിവസം എന്ന് പറയുമ്പോൾ 14 + 20 ഏകദേശം 1 മാസത്തിൽ കൂടുതൽ എടുക്കുന്നുണ്ട്. 1-1.5 മാസമാണ് എടുക്കുന്നത്. ഓക്കെ, അത്രയും ലാഗ് ആവുന്നുണ്ട്. ചിലത് പെട്ടെന്ന് തന്നെ, ചില ഡിപ്പാർട്ട്മെൻറ്റുകൾ പെട്ടെന്ന് തന്നെ എടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഏകദേശം ഒരു വേക്കൻസി റിപ്പോർട്ടായി 14 ദിവസത്തിന് ഈ ഒരു അപ്പോയിൻമെൻറ്റ് ചാർട്ട് തയ്യാറാക്കുന്നുണ്ട്. അത് സൈറ്റിലേക്ക് വരാൻ 20 ദിവസമാണ് എടുക്കുന്നത്. ഏകദേശം 24-25 ദിവസം, 1 മാസമാണ് ഏകദേശം ടൈം എടുക്കുന്നത്. ഓക്കെ, ഇത്രയും ടൈമാണ് നമുക്ക് ഈ ഒരു അഡ്വൈസ് കിട്ടുന്നത്. പിന്നെ ഈ ഒരു ചാർട്ടിൽ നമുക്ക് ഏതുവരെയാണ് പോയിട്ടുള്ളത്, അതായത് ഇവിടെ കൊടുത്തിട്ടുണ്ട് 32 SC. SCൻ്റെ ആണ് ലാസ്റ്റായിട്ട് പോയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ റൊട്ടേഷൻ ചാർട്ട് നമ്മൾ ഈ നമ്പർ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അടുത്ത ടേൺ ആർക്കാണെന്നുള്ളത് നോക്കാൻ പറ്റും. പിന്നെ അതുപോലെ ഇവിടെ ഈ OC എത്ര വേക്കൻസി പോയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 13, EWS 3, പിന്നെ BC 16 ഇങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എല്ലാ ഡീറ്റെയിൽസും ഇതിൽ നിന്നും അറിയാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.